പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. മിശ്രഭോജനത്തിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സ്മൃതി സംഗമം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. സഹോദരൻ അയ്യപ്പൻ 107 വർഷം മുമ്പ് ചെറായിൽ നടത്തിയ മിശ്രഭോജനം വസന്തത്തിന്റെ ഇടിമുഴക്കം തന്നെയായിരുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. മിശ്രഭോജനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ചെറായി സഹോദരൻ അയ്യപ്പൻ സ്മാരകത്തിൽ നടന്ന സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹോദരൻ അയ്യപ്പനും രാമവർമ്മ തമ്പാനും MC ജോസഫും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം തയ്യാറാക്കിയത്. അക്കൂട്ടത്തിലുള്ള ആളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഇവരുടെ എല്ലാം സമീപനം എന്തിനേയും യുക്തിപൂർവം ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. അതാണ് സയൻസ് ദശകം സഹോദരൻ അയ്യപ്പൻ എഴുതിയത്. പറഞ്ഞു വന്നത് എന്താ അത് കേട്ടപ്പത്തിനും, അതുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിക്കും. ഗുരുശിഷ്യ ബന്ധം സഹോദരൻ അയ്യപ്പൻ രൂപപ്പെടുത്തിയത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. പക്ഷെ ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതെല്ലാം സ്മാരക സമിതി ചെയർമാൻ S. ശർമ്മ അധ്യക്ഷനായി. നമ്മുടെ സമൂഹത്തിൽ മാറ്റത്തിന്റെ വിസ്ഫോടനമായിരുന്നു അന്ന് നടന്നത്. അന്ധവിശ്വാസത്തിന്റെയും അന്ധകാരത്തിന്റെയും കാലത്തായിരുന്നു. എന്നാൽ ലോകത്തെല്ലായിടത്തും അങ്ങനെയായിരുന്നില്ല. ഇന്ന് കേരളം പോലെയല്ല ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളും ജീവിക്കുന്നത് എന്ന പോലെ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മനമടുപ്പിക്കുന്ന ദുർഗന്ധവും ഭീതിയും അസഹനീയതയും കലർന്ന കാലമായിരുന്നു കേരളത്തിൽ. എന്നാൽ അന്ന് ലോകത്തിൽ ഒരിടത്ത് വസന്തത്തിന്റെ ഇടിമുഴക്കമുണ്ടായി. അതായിരുന്നു റഷ്യൻ വിപ്ലവം. ഇന്ന് നാം മിശ്രഭോജന വാർഷികം ആചരിക്കുമ്പോൾ അന്ന് ഇതിനോട് സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചത് എങ്ങനെയെന്നും പിന്നീട് അതിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടായി എന്നും പരിശോധിക്കേണ്ടതുണ്ട്. സമൂഹത്തെ ആധുനീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അന്ന് അവർ നടത്തിയ പരിശ്രമങ്ങൾക്ക് നാം ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് സാധ്യമാകേണ്ടിയിരുന്ന വളർച്ചയും പരിവർത്തനങ്ങളും വികാസവും സംഭവിച്ചിട്ടുണ്ടോ എന്നും നാം പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ബേബി തുടർന്ന് പറഞ്ഞു. ഇതാണ് സഹോദരൻ അയ്യപ്പൻ ഈ അയിത്ത വിരുദ്ധ സമരത്തിന്റെ ഹൃദയത്തിലാണ് കയറിപ്പിടിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, നായരാദി നമ്മളെക്കാൾ ഉയർന്നവർ എന്ന് കരുതപ്പെടുന്ന മറ്റ് സമുദായങ്ങൾ അവർ നമ്മളോട് കാണിക്കുന്ന അയിത്തം തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ നാം നമുക്ക് താഴെ എന്ന് കരുതപ്പെടുന്ന ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് മാത്രം പറയാൻ കഴിയുന്ന, എന്നാൽ അന്ന് പുലയൻ, പറയൻ, നായാടി, വേടൻ എന്നൊക്കെ പറഞ്ഞു. രാവിലെ മിശ്രഭോജനം നടന്ന തുണ്ടിടപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അച്ചയൻ ദീപം പകർന്നു. സഹോദര സ്മാരകത്തിലെത്തിയ ദീപശിഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഏറ്റുവാങ്ങി. തുടർന്ന് മിശ്രഭോജന സ്മൃതി ദീപം MA ബേബി, S. ശർമ്മ, K. ഉണ്ണികൃഷ്ണൻ MLA, CP പള്ളിപ്പുറം, MP പ്രിനിൽ, MJ ടോമി, പുയപ്പള്ളി തങ്കപ്പൻ, തുളസി സോമൻ, രമണി അജയൻ, പ്രൊഫസർ KK ജോഷി, MP ഷെയ്നി, ഷീല ഗോപി എന്നിവർ ചേർന്ന് തെളിയിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.